ഹായ്! ഇസ്രായേലിൽ നിന്നും വളരെ മനോഹരമായ വ്യത്യസ്തമായൊരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാലോ? ഈ കാണുന്നത് ഓറഞ്ച് മരമല്ല, നമ്മുടെ ഓറഞ്ച് കളറിലെ നാരകമാണ്. ഓറഞ്ച് കളറിലെ നാരങ്ങ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായി വളരെ മനോഹരമായി ഓറഞ്ച് കളറിലെ നാരങ്ങ കാണുകയാണ്. ഇതിപ്പോൾ ഞാൻ പിച്ചിക്കൊണ്ടിരിക്കുന്നത് ഓറഞ്ച് ആണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയായിരുന്നു. എൻ്റെ കുപ്പായത്തിൻ്റെ 2 സൈഡിലും നിറയെ പോക്കറ്റുകളുണ്ട്. അപ്പം ഞാനിതിനെല്ലാം കുറേ പിച്ചി എൻ്റെ പോക്കറ്റുകൾ നിറച്ചെടുത്തു. അപ്പം നമുക്കിന്ന് നമ്മുടെ നാരകത്തോട്ടത്തിൻ്റെ വിളവെടുപ്പ് നടക്കുകയാണ്. അപ്പം നമ്മുടെ തായ്ലൻഡി സഹോദരങ്ങളാണ് ഇവിടെ വിളവെടുക്കാൻ വേണ്ടി വരുന്നത്. ഞാനും വിചാരിച്ചു കാഴ്ചകളൊക്കെ കാണാം, നമുക്കൊരു ചെറിയ വീഡിയോ ക്ലിപ്പൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതി ഞാനും അവരുടെ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഈ മഞ്ഞ കുപ്പായമിട്ട കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിലൂടെ ഒരു ഓറഞ്ച് കുപ്പായമിട്ട കുറേ പേരെ കൂടെ കണ്ടു. അപ്പോഴാണിത് ഓറഞ്ച് എന്ന് വിചാരിച്ചിട്ട് ഞാനും പോയി പിച്ച് ചെയ്ത് കേട്ടോ. ഞാനിങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചത് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം നമ്മുടെ നാരങ്ങാത്തോട്ടമാണിത്, എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലെ നാരങ്ങാത്തോട്ടമാണ്. അപ്പം ഇവർ നാരങ്ങയുടെ വിളവെടുപ്പിന് വന്നപ്പം ഇതിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു അതിശയം. ഞാൻ ചോദിച്ചു തെറ്റി വല്ലതും നാരകം നട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല, ഇതിൽ മഞ്ഞ കളറും ഓറഞ്ച് കളറും നാരങ്ങയുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞ പിള്ളേർ എനിക്ക് കാണിച്ചു തന്നു. ഇതിനകത്ത് മഞ്ഞ കളറും നാരങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞയും ഓറഞ്ചും കളറിലുള്ള നാരങ്ങ ഒരേ മരത്തിൽ തന്നെ ഉണ്ടായി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. കണ്ടതും വളരെ ക്യൂരിയോസിറ്റി ആയിരുന്നു. ജീവിതത്തിൽ ആദ്യം നമ്മൾ ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ മറക്കാനാവാത്ത അനുഭവങ്ങളല്ലേ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ചുറ്റും നിൽക്കുന്നതൊക്കെ സീഡ്ലെസ് ആയിട്ടുള്ള നാരങ്ങാ മരങ്ങളാണ്. അതിൻ്റെ നടുവിൽ ഈ ഒരു ഓറഞ്ച് കളറിലെ ഒരു നാരങ്ങയായി. ഈ മരം കണ്ടിട്ട് ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് എന്തായാലും എനിക്ക് അമളി പറ്റിപ്പോയി. ഞാനത് മാറ്റാനൊന്നും പോയില്ല, പോക്കറ്റിലിട്ടുകൊണ്ട് വീട്ടിലും പോയിരുന്നു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ സുന്ദരമല്ലേ? വ്യത്യസ്തമായ കാഴ്ചകളും രുചികളും കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ. അപ്പം ഞാൻ കണ്ട ഈ സുന്ദരമായ കാഴ്ച ഇനിയും നിങ്ങൾ കൂടെ ഒന്ന് കാണട്ടെ എന്നും കരുതി. കണ്ടില്ലേ, വളരെ മനോഹരമല്ലേ ഈ കാഴ്ച കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓറഞ്ച് കളറിലെ നാരകം. സീഡ്ലെസ് അല്ല കേട്ടോ, നിറയെ സീഡാണ്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ നാരങ്ങയുടെ കൂട്ടൊന്നുമല്ല, അടുപ്പിക്കാൻ പറ്റില്ല, ഭയങ്കര പുളിയാണ്, നിറച്ച് സീഡും ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്കിനി ഒരു ഡൗട്ട് തോന്നണ്ട, ഞാനിനി തള്ളുവാണോ എന്ന് നിങ്ങൾ ചിലപ്പോൾ സംശയിച്ചേക്കുമല്ലോ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി. തള്ളല്ല കേട്ടോ, ഞാനൊരു നാരങ്ങ കട്ട് ചെയ്ത് അത് പിഴിഞ്ഞ് ഈ വീഡിയോയുടെ എൻഡിൽ ഒരു ചെറിയ ക്ലിപ്പായിട്ട് ചേർത്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ കാണണം. ഇതിനകം ഓറഞ്ച് കളറല്ല, നമ്മുടെ നാരങ്ങയുടെ കളർ തന്നെയാണ്. കളറ് പുറം കളർ കൊണ്ട് മാത്രം ഇങ്ങനെ ഓറഞ്ച് കളറുണ്ട്. പിന്നെ തോലിന് വളരെ കട്ടി കുറവാണ്. നമ്മളത് ഇത് നന്നായിട്ട് പഴുത്ത് നിൽക്കുകയാണ്. ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോഴേക്കും അതിൻ്റെ തോടിങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മണവും ഭയങ്കരമാണ്. ഞാനിങ്ങനെ ഫ്രിഡ്ജിനകത്ത് സ്മെല്ല് മാറാൻ വേണ്ടി നാരങ്ങ ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെക്കാറുണ്ട്. അത് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് തൊട്ടിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. 2-3 തട്ടുകളിലായിട്ട് ഒക്കെ നാരങ്ങ ഇങ്ങനെ മുറിച്ച് വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാരങ്ങയുടെ സ്മെല്ലായിരിക്കും നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ഇതൊക്കെ ചെയ്യും. ആ കൂട്ടത്തിൽ ഇന്നും ഞാനിപ്പോൾ വീണ്ടും ഇതിൻ്റെ മണം കാരണം ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ടുമുണ്ട്. ഭയങ്കര മണമാട്ടോ, ഇതിൻ്റെ തോലിന് പോലും നല്ല മണമാണ്. ഇത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ നമ്മുടെ കൈ പോലും നല്ല രീതിയിൽ മണക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്ര വിശേഷത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ പോലൊക്കെ തന്നെ വിശേഷത. പക്ഷേ ഇതിന് വിപണിയിൽ നമ്മുടെ നാരങ്ങയെക്കാട്ടിൽ ഒരു ചെറിയ വില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിഴിയാൻ എളുപ്പമാണ്. നാരങ്ങയ്ക്ക് ഭയങ്കര കട്ടിയൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മുടെ നാരങ്ങ തന്നെയാണ് കണ്ടോ. ഇതിൻ്റെ ഉൾവശം വെളുത്തിട്ടാണ് ഇരിക്കുന്നത്, ഓറഞ്ച് കളറല്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുളിയും അത്യാവശ്യം നല്ല സീഡും ഉള്ള ഒരു തരം നാരങ്ങയാണ്. ഇതിൻ്റെ ക്യൂരിയോസിറ്റി കാരണം ഞാൻ അപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാരെയും എൻ്റെ കൂട്ടുകാരെയും ഒക്കെ ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ ചിലരോട് ഞാൻ അന്വേഷിച്ചു, ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണോ എന്നും കൂടെ അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം നമ്മുടെ സഹോദരങ്ങളൊക്കെ തന്നെ പലരും വിപണിയിൽ ഇങ്ങനെ ഈ ഓറഞ്ച് കളറിലുള്ള നാരങ്ങ
കണ്ടിട്ടും വാങ്ങിയിട്ടും ഉള്ളതായിട്ട് അവരും പറഞ്ഞു. അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് അറിവിലേക്ക് തരാം എന്ന് വിചാരിച്ചു. ഇനിയും മറ്റെന്തെങ്കിലും രീതിയിൽ ഹൈബ്രിഡ് ഇനമായിട്ടോ എന്തെങ്കിലും മറ്റു രീതിയിൽ വല്ല വികസിപ്പിച്ചെടുത്തതാണോ എന്നും എനിക്കറിയത്തില്ല. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. ഇത് ആദ്യമായിട്ട് കാണുന്നു. അതുകൊണ്ട് അത് ഇങ്ങനെയൊരു വീഡിയോയാക്കി ഇട്ടു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കാഴ്ചകളും നല്ല സുന്ദരമായ വിശേഷങ്ങളും ഒക്കെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം വീണ്ടും ആശംസിക്കുന്നു.